സോ റഷ്യയിലുള്ള യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ റഷ്യയുടെ ഉള്ള കംപ്ലീറ്റ് ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് നൽകാം. അതായത് ഇന്ന് MBBS പുറത്ത് പഠിക്കാൻ പറ്റുന്നതിന്, അതായത് എബ്രോഡ് MBBSൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളുള്ള ഒരേ ഒരു രാജ്യം റഷ്യയാണ്. ഈ റഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുമാതിരിപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റീസും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസാണ്, സർക്കാർ നിയന്ത്രിക്കുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റികളാണ്. പോരാത്തതിന് ഓരോ യൂണിവേഴ്സിറ്റികളും റഷ്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിൻ്റെ വലിയ സ്റ്റേറ്റ്സ്, വലിയ സംസ്ഥാനങ്ങളിലെ സെൻട്രലിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കാരണം ഓരോ സംസ്ഥാനത്തിന് ഓരോ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള, അതായത് ക്ലിനിക്കൽസും പ്രാക്ടിക്കൽസും ഓരോ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടി സെപ്പറേറ്റ് കെട്ടിടങ്ങളുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ നമുക്ക് റഷ്യയിൽ കാണാൻ പറ്റും. സോ റഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാന അഡ്വാൻറ്റേജസ് ആദ്യം തന്നെ മനസ്സിൽ ഓർത്ത് വെക്കുക. ഒന്ന്, ഫീസ് കുറവാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, റഷ്യയിൽ വലിയ യൂണിവേഴ്സിറ്റികളാണ്. മൂന്നാമത്, വലിയ യൂണിവേഴ്സിറ്റികളാകുമ്പോൾ നമുക്ക് ക്ലിനിക്കൽ എക്സ്പോസറും പ്രാക്ടിക്കൽസും ഒട്ടനവധി നമുക്ക് കിട്ടുന്നതാണ്. പോരാത്തതിന് അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ഇന്ത്യക്കാരോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു നമ്മൾ പറയുക, ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയ പോലെയോ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് രാജ്യത്ത് പോയതിൻ്റെയോ എല്ലാ അഡ്വാൻറ്റേജസും നമുക്ക് റഷ്യയിൽ കിട്ടും. സോ റഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യൂണിവേഴ്സിറ്റി ലിസ്റ്റിലോട്ട് പോകാം. സോ റഷ്യയിലുള്ള മെയിൻ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? സോ റഷ്യയിൽ ഒട്ടനവധി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 25-28 മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ അവിടെ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ബട്ട് റഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള യൂണിവേഴ്സിറ്റീസ് മാത്രം ചൂസ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞാൻ പറയുന്നത്. ചില യൂണിവേഴ്സിറ്റീസ് റഷ്യയിൽ, അല്ലെങ്കിൽ ഒട്ടുമുക്കാൽ യൂണിവേഴ്സിറ്റീസ് റഷ്യയിൽ ഫസ്റ്റ് ഇയർ മുതലോ തേർഡ് ഇയർ മുതലോ അല്ലെങ്കിൽ ഫൈനൽ ഇയർ ആകുമ്പോഴേക്കിനോ റഷ്യയിൽ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റീസാണ്, അതായത് റഷ്യൻ ലാംഗ്വേജിൽ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റീസാണ്. സോ വിദേശത്ത് MBBS പഠിക്കാൻ എന്തൊക്കെ ക്രൈറ്റീരിയ നമ്മൾ നോക്കണം? NMCയുടെ ഗൈഡ് ലൈൻസ് നോക്കണം. NMCയുടെ ഗൈഡ് ലൈൻസിൽ എന്ത് പറയുന്നുണ്ട്? വിദേശത്ത് ഏത് രാജ്യത്ത് നമ്മൾ പഠിക്കുന്നുവോ ആ രാജ്യത്ത് MBBS പഠിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാവണം എന്നുള്ളത് നിർബന്ധമാണ്. സോ നമ്മൾ റഷ്യയിൽ പഠിക്കാൻ പോകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം? നമ്മൾ പോകുന്ന യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷിലാണോ ഫസ്റ്റ് ഇയർ മുതൽ ലാസ്റ്റ് ഇയർ വരെ പഠിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പല യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾ പോയിട്ട്, അതായത് ഫീസ് കുറവാണെന്നും പറഞ്ഞിട്ട് പല ഏജൻസീസും കൊണ്ടുപോയിട്ട് തേർഡ് ഇയർ മുതലോ ഫോർത്ത് ഇയർ മുതലോ റഷ്യൻ ലാംഗ്വേജിൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ പോയി പെടുകയും പിന്നീട് അവിടുന്ന് മാറേണ്ട ഒരു അവസ്ഥയും വന്നിട്ടുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റഷ്യ റേറ്റ് കുറവാണ് എന്ന് വിചാരിച്ച് ചാടിക്കേറി പോകുന്നതിന് മുൻപേ ഫസ്റ്റ് ഇയർ മുതൽ ലാസ്റ്റ് ഇയർ വരെ അവിടെ ഇംഗ്ലീഷിലാണോ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇനി ഈ 28 യൂണിവേഴ്സിറ്റീസിന്ന് ഈ പറഞ്ഞ റഷ്യയിൽ തേർഡ് ഇയർ മുതൽ റഷ്യൻ ലാംഗ്വേജോ ഫോർത്ത് ഇയർ മുതൽ റഷ്യൻ ലാംഗ്വേജോ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിനെ മാറ്റി നിർത്തിയാൽ നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു 4 യൂണിവേഴ്സിറ്റികളാണ് ഞാൻ ഈ വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത്. സോ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണ്? ഇവാനോവോ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇവാനോവോ എന്ന് പറയുന്നത് അവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ പോകുന്നതാണ്. കേരളത്തിൽ നിന്നൊക്കെ ഒട്ടനവധി വിദ്യാർത്ഥികൾ പോയിട്ടുണ്ട്. റഷ്യയിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ല, റഷ്യയിൽ ഇച്ചിരി പ്രീമിയം യൂണിവേഴ്സിറ്റിയാണ്. ബട്ട് മറ്റ് രാജ്യങ്ങളെ നോക്കുമ്പോൾ ഫീസ് കുറവുമാണ്. ഈ ഇവാനോവോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് മെഡിക്കൽ ക്യാമ്പസ് ഉണ്ട്. പോരാത്തതിന് 1, 2, 3 ഹോസ്പിറ്റൽസ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഇയർ മുതൽ ലാസ്റ്റ് ഇയർ വരെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പഠിപ്പിക്കുന്നുണ്ട്. വേറെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവാനോവോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഒരുപാട് പേര് വിളിക്കുമായിരുന്നു. ഹലോ ഡോക്ടർ ഫവാസ് അല്ലേ, ഹെൽപ്പ് അബ്രോഡ് CEO അല്ലേ, നമുക്ക് അങ്ങോട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവാനോവോ എന്ന് പറയുന്നത് ഫീസ് കുറവുള്ള റഷ്യയിലെ നല്ലൊരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് സീറ്റ്സ് ഫില്ലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ കഴിഞ്ഞ വർഷം ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കിന് കംപ്ലീറ്റ് എൻക്വയറി ഈ പറഞ്ഞ റഷ്യയിൽ പഠിക്കാൻ പറ്റുമോ, റഷ്യയിൽ ഇവാനോവോ കിട്ടുമോ എന്നുള്ള. സോ നിങ്ങൾ നോക്കേണ്ടത് ഇവാനോവോ യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസിയോ വഴി മാത്രം ബന്ധപ്പെട്ടിട്ട് മാത്രം അഡ്മിഷൻ ചെയ്യുക. കാരണം കഴിഞ്ഞ കൊല്ലം സീറ്റ്സ് ക്ലോസ് ആയിട്ടും, അതായത് യൂണിവേഴ്സിറ്റിയുടെ സീറ്റ്സ് ഫില്ലായിട്ടും പല ഏജൻസിയും പണം മറ്റുള്ളവരുടെ അടുത്തും വാങ്ങുകയും ഇവാനോയിൽ സീറ്റ് വാഗ്ദാനം ചെയ്തിട്ട് അത് കൊടുക്കാതിരിക്കാനും
ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ട് റഷ്യയിൽ എത്തിയിട്ട് വേറെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകേണ്ട ഒരു വളരെ വിഷമകരമായിട്ടുള്ള സംഗതി ഉണ്ടായിട്ടുണ്ട്. സോ ഇവാനോവ് ആണ് നോക്കുന്നതെങ്കിൽ കൂടുതലൊന്നും അധികം ആലോചിക്കാണ്ട് ഇവാനോവിനെ കുറിച്ചിട്ട് ഓഫർ ലെറ്റർ എടുക്കുക, അങ്ങോട്ടുള്ള കാര്യങ്ങളിലോട്ട് പ്രോസസ്സ് ചെയ്യുക, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് സാരാംശം. ഇനി ഫീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇവാനോവോ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ 18 മുതൽ 19 ലക്ഷം രൂപയോളാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. പല കൺസൾട്ടൻസിക്കാരും നിങ്ങളടുത്ത് പറയും 12ഉം 13 പറയും. അത് റഷ്യത്തെ വേറെ യൂണിവേഴ്സിറ്റിയാണ്. ഇവാനോവോ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതായത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവും റഷ്യയിൽ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. സോ 18 to 19 ലക്ഷം രൂപയും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കൂട്ടുമ്പോൾ ഒരു 25 to 26 ലാക്സ് ടോട്ടൽ എക്സ്പെൻസ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പിന്നെ നമ്മൾ അവിടുത്തെ ട്യൂഷൻ ഫീസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 26 ലാക്സ് നമ്മൾ കാണേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇവാനോവോ യൂണിവേഴ്സിറ്റി. നിങ്ങളുടെ അടുത്തോ നിങ്ങളുടെ ജില്ലയിലോ നിങ്ങളുടെ പഞ്ചായത്തിലോ ഒക്കെ ഇവാനോവോ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന 1-2 കുട്ടികളെ കാണുന്നത് സ്വാഭാവികമാണ്. സോ സ്റ്റുഡൻസിനെ അവിടെ പറഞ്ഞയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ രീതിയിലുള്ള നാട്ടിലുള്ള ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ കിട്ടി നാട്ടിലത്തെ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന അതേ ഫീൽ തന്നെ ഇവാനോവയിലുണ്ടാവും. ഇനി രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് ഉറാൽ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഈ ഉറാൽ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കണ്ടത് അധികം തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ് കൂടുതൽ അവിടെ ഉള്ളത്. സോ കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള പല ഏജൻസും അവിടെ കൂടുതൽ അഡ്മിഷൻസ് ചെയ്യുന്നുണ്ട്. സോ ഉറാൽ യൂണിവേഴ്സിറ്റി ഇവാനോവനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലുപ്പം കാര്യങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് ഈ ഉറാൽ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇവാനോവക്കാളും ഫീസ് കുറവാണ്. നമുക്കൊരു 15 to 16 ലക്ഷം രൂപക്കകത്ത് ട്യൂഷൻ ഫീസും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൂട്ടുമ്പോൾ 23 to 24 ലാക്സിനകത്ത് ഈ പറഞ്ഞ പോലെ ഉറാൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഉറാൽ യൂണിവേഴ്സിറ്റിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാം തന്നെ ഹൈലി ക്വാളിഫൈഡ് ആവുന്നുണ്ടോ എന്ന് അവർ വീണ്ടും ഉറപ്പ് വരുത്തുന്നുണ്ട്. സോ ഉറാൽ യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി അടുത്ത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കുബാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഈ ഇവാനോവോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി റഷ്യയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ കുബാനാണ്. കുബാൻ യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. കുബാൻ യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ വളരെ വിപുലമാണ്. വളരെ വലിയൊരു മെഡിക്കൽ ക്യാമ്പസാണ് കുബാനുള്ളത്. കുബാൻ യൂണിവേഴ്സിറ്റി നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുബാനും ഉണ്ട് കുർസ്കും ഉണ്ട്. സോ കുർസ്കും കുബാനും ഡിഫറൻ്റ് ആണ്. നോട്ട് ഇറ്റ് ദ വേർഡ് കുബാൻ. കുബാൻ യൂണിവേഴ്സിറ്റി തന്നെ പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ കുബാൻ യൂണിവേഴ്സിറ്റി ഈ ഇവാനോവനേക്കാളും കുറച്ച് കുറവും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ള ഉറാലിനേക്കാളും കുറച്ച് കൂടുതലുമാണ്. അതായത് നമുക്കൊരു 17-18 ലക്ഷം രൂപക്കകത്ത് പഠിക്കാൻ പറ്റും. ട്യൂഷൻ ഫീസ് വരും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ മറ്റു കാര്യങ്ങൾ കൂട്ടുമ്പോൾ ഒരു 26-25 ലക്ഷം രൂപക്കകത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത യൂണിവേഴ്സിറ്റി നമുക്ക് പറയാൻ പറ്റുന്ന അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സ്റ്റിവിയർ യൂണിവേഴ്സിറ്റിയാണ്. ഈ സ്റ്റിവിയർ യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. അവിടെ ഫീസ് കുറവാണ്. 13 ലക്ഷം രൂപയാണ് ട്യൂഷൻ ഫീസ് വരുന്നത്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കൂടെ ഒരു 20 ലക്ഷം രൂപക്കും 18 ലക്ഷം രൂപക്കും താഴെ പഠിക്കാൻ പറ്റും. ഇനി വേറെ ഒത്തിരി 2-3 യൂണിവേഴ്സിറ്റികൾ കൂടി ഉണ്ട്. നമ്മളെ ഒരുപാട് നല്ല നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് റേറ്റ് കുറവില്ല. അതായത് 12 ലക്ഷം രൂപക്കും 11 ലക്ഷം രൂപക്കും ട്യൂഷൻ ഫീസും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അടക്കം 21 അല്ലെങ്കിൽ 18-17 ലക്ഷം രൂപക്കകത്ത് ഫുഡ് അക്കോമഡേഷൻ എവരിത്തിങ് 18 ലക്ഷം രൂപക്കകത്ത് പഠിച്ചിറങ്ങാൻ പറ്റുന്ന ഒട്ടനവധി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എവിടുന്നെങ്കിലും കിട്ടുന്നില്ലെങ്കിലോ വിദ്യാർത്ഥിയെ 1-2 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് വിദേശത്തോട്ട് MBBS പഠിപ്പിക്കണം എന്നുള്ള ഒരു അത്രയും ആഗ്രഹങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ഫീസ് കുറഞ്ഞിട്ടുള്ള റഷ്യയിലെ യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യാം. അതിന് നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അംഗീകാരം ഉണ്ടോ എന്ന് മാത്രം ഉറപ്പ് വരുത്തിയാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ നല്ലതാണ്. കാരണം റഷ്യ വളരെ വലിയൊരു രാജ്യമായതുകൊണ്ടും നല്ല രീതിയിൽ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന് അവർ പേയ്മെൻറ്റ്സോ അല്ലെങ്കിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറിന് അവർ ഫണ്ട് റിലീസ് ചെയ്ത കാരണം യൂണിവേഴ്സിറ്റീസൊക്കെ വളരെ നല്ലതാണ്. പിന്നെ പഴയ രാജ്യമാണ് റഷ്യ. പണ്ടേ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമെന്ന് അറിയാലോ. സോ അവിടുത്തെ എല്ലാ മെഡിക്കൽ ക്യാമ്പസസിനും നല്ല രീതിയിൽ പഴക്കം ചെന്നിട്ടുള്ള സ്ഥാപനങ്ങളാണ്. സോ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ക്വാളിറ്റി നമുക്ക് അവിടുന്ന് ലഭിക്കും. പിന്നെ റഷ്യയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ബാങ്കുകളും ലോണ് തരുന്നുള്ളതാണ്. അതായത് എഡ്യൂക്കേഷൻ ലോൺ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ് റഷ്യ എന്ന് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കിട്ടും. പിന്നെ മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങണമെങ്കിൽ വിസ ചില ടൈമിൽ ഓൺ അറൈവൽ കിട്ടും. ചില ടൈമിൽ വിസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യക്കാർക്ക് വിസ റിജക്ഷൻ ഒട്ടും ഇല്ലാത്തൊരു യൂണിവേഴ്സിറ്റീസോ അല്ലെങ്കിൽ രാജ്യമാണ് റഷ്യ എന്നുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെയോ മകളെയോ കാണാൻ വേണ്ടിയിട്ട് ഏത് രാജ്യത്തുനിന്നും റഷ്യക്ക് എപ്പോഴും ഫ്ലൈറ്റ് സർവീസ് ഉണ്ട്. അവിടെ ചെന്നിറങ്ങാനും
കണ്ടിട്ട് തിരിച്ചു പോരാനൊക്കെ പറ്റും. ഏറ്റവും നല്ല രാജ്യത്തിൽപ്പെട്ടതാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം. പിന്നെ റഷ്യ ഉക്രൈൻ വാർ സംബന്ധമായിട്ട് റഷ്യ തകർന്നു എന്നും റഷ്യക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ചില വാസ്തവങ്ങളും ഉണ്ട്. കാരണം റഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനിലുള്ള വാറിൻ്റെ ഫസ്റ്റത്തെ 2-3 നാളുകളിലോ അല്ലെങ്കിൽ ഫസ്റ്റത്തെ 2-3 മാസങ്ങളിലോ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ബാന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിസമൃദ്ധമായിട്ട് റഷ്യ അതിനെ മാനേജ് ചെയ്ത് അത് ഓവർകം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കിപ്പോൾ നമ്മളെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ATM കാർഡുകളുണ്ടല്ലോ, വിസ, മാസ്റ്റർ കാർഡ് എന്നൊക്കെ എഴുതിയിട്ടുള്ളത്. സോ ആ ATM കാർഡുകൾ അവിടെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും അങ്ങോട്ട് പണം അയക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ റഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. ഇത് ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തൽ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ റഷ്യ എന്ന് പറഞ്ഞ രാജ്യം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോടോ അമേരിക്കയോടോ എപ്പോഴും പ്രശ്നത്തിലും കലഹത്തിലും പോകുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അവിടുന്ന് MBBS കഴിഞ്ഞിട്ട് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടോ അമേരിക്കയിലോ അപേക്ഷിക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ കാണുന്നില്ല. ബട്ട് ഫ്യൂച്ചറിൽ ഇനി ഞങ്ങൾ റഷ്യൻ ഡിഗ്രി വാലിഡ് ചെയ്യില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും, അതല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നും റഷ്യയിൽ നിന്നുള്ള 2 വിദ്യാർത്ഥികൾ അമേരിക്കയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ പ്രിഫറൻസ് യൂറോപ്പിൽ പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ ജോർജിയയിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഇതൊന്നും റഷ്യയിൽ മാത്രം അഡ്മിഷൻ ചെയ്യുന്ന കൺസൾട്ടൻസിക്കാർ അങ്ങനെ പറഞ്ഞോളുന്നില്ല. എപ്പോഴും റഷ്യനെ പോസിറ്റീവായിട്ടാണ് പറയാൻ ചാൻസ്. പക്ഷേ ഈ ഒരു ഭീഷണി റഷ്യയുടെ കേസിൽ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും ചെറിയ എക്സാമ്പിൾ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു കായികമേള നിങ്ങൾക്കറിയാലോ. ഒളിമ്പിക്സിൽ നിന്ന് വരെ റഷ്യനെ വിലക്കിയിട്ടുണ്ട്. ഫിഫ വേൾഡ് കപ്പിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ എന്തിനാണ് ഈ കായികപരമായിട്ടും ഫുട്ബോളൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ നിന്ന് വിലക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കരിയർ റഷ്യയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ യുക്രൈൻ റഷ്യ എന്നുള്ള വാറ് അനിശ്ചിതത്തിൽ തുടരുന്നിടത്തോളം കാലം അവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറോപ്പിലോ അല്ലെങ്കിൽ US-ലൊക്കെ വർക്ക് ചെയ്യാനുള്ള ചാൻസിന് ഒരു ചെറിയ മങ്ങലുണ്ട് എന്നുള്ള ഒരു വാസ്തവം ഞാൻ നിങ്ങളോട് പറയാണ്. പക്ഷേ നിങ്ങൾക്ക് ഏഷ്യൻ രാജ്യങ്ങളിലോ ഇന്ത്യയിലോ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ തടസ്സമില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഫ്യൂച്ചറിൽ അതെന്താവും, എസ്കലേറ്റ് ആവും, അത് കുറയോ കൂടുമോ എന്നുള്ള അതിൻ്റെ ഒരു തോത് വർദ്ധിക്കുകയോ കുറവോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയലും അസാധ്യമാണ്. സോ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാർ നടക്കുന്ന രാജ്യത്തേക്ക് നമ്മൾ സ്റ്റുഡൻസിനെ പറഞ്ഞേക്കാണ്ടിരിക്കുന്നത് നല്ലതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ അല്ല, റഷ്യയിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും വലിയ വാർ വന്നിട്ടും റഷ്യ കട്ടക്ക് നിന്നു എന്നുള്ളതുകൊണ്ട് റഷ്യയിലോട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. എന്തെന്നെ പറഞ്ഞാലും വിദേശത്തോട്ട് റഷ്യയിലോട്ട് കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ഒത്തിരി എൻക്വയറീസും വരുന്നുണ്ട്, ഒത്തിരി വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഈ വക കാര്യങ്ങൾ മുന്നിൽ നിർത്തി റഷ്യയിലോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതുമാണ്. സോ ഇങ്ങനെയാണ് റഷ്യയുടെ ഒക്കെ കാര്യങ്ങൾ. ഇനി റഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യ എന്ന് പറഞ്ഞ രാജ്യം വിസ റിജക്ഷൻസോ മറ്റു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്തൊരു രാജ്യമാണ്. പിന്നെ പോരാത്തതിന് റഷ്യ വളരെ പണ്ടേ ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല ക്യാമ്പസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഫീസും വളരെ കുറവായുള്ള കാരണം എല്ലാതും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ് ആയതുകൊണ്ട് ഫീസ് വളരെ കുറവാണ്. തുച്ഛമായ ഫീസിൽ നമുക്ക് നല്ലൊരു MBBS അവിടുന്ന് പഠിച്ചിറങ്ങാൻ പറ്റുന്നുള്ളതാണ്. സോ ഇത്രയൊക്കെയാണ് ഞാൻ റഷ്യനെ കുറിച്ച് സംസാരിക്കുന്നത്. സോ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ വിദേശത്തോട്ട് ഏതെങ്കിലും രാജ്യം ഇപ്പോൾ ഫിക്സ് ചെയ്തവരാണെങ്കിലോ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാത്തവരാണെങ്കിലോ എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ, അതായത് എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസും അവിടെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള കുട്ടികളുടെ ചില രാജ്യങ്ങളിലുള്ള കുട്ടികളുടെ വീഡിയോസും അവൈലബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതെല്ലാം കണ്ടിട്ട് നിങ്ങൾ ഏത് രാജ്യം പ്രിഫർ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പോരാത്തതിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. അതിനകത്തോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ മതി. നിങ്ങൾക്ക് 24/7 സർവീസ് അവൈലബിൾ ആയിരിക്കും. റഷ്യയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൺസൾട്ടൻസി വഴിയാണ് എങ്കിൽ റഷ്യയിൽ 24/7 എന്താവശ്യത്തിനും ബന്ധപ്പെടാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റലും മെസ്സ് ഫെസിലിറ്റീസ് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സോ ഇന്നത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇനി വേറെ രാജ്യമായിട്ട് വേറെ ദിവസം വരുന്നതാണ്. ഓക്കെ.